അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഇന്ന് ഷഅബാൻ 17. ഇനിയും ഈ മാസത്തിൽ 12-13 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ പരിശുദ്ധ റമദാൻ മാസമായി. റമദാനിൽ നാം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞ് വരികയായിരുന്നു. റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാവിനെ ധന്യമാക്കുക എന്നുള്ളതാണ്. രാത്രി പരമാവധി നമസ്കാരത്തിലും പ്രാർത്ഥനയിലും ദിക്റിലുമായി കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ്. രാത്രിയിൽ നമ്മൾ നമസ്കാരത്തിന് കൂടുതൽ സമയം കണ്ടെത്തുക. എത്ര റക്കായത്ത് എന്നതിനേക്കാൾ ഉപരിയായി എത്ര സമയം നമസ്കരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിലാണ് നേട്ടമുള്ളത്. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന ഹദീസിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. റമളാൻ മാസത്തിൽ പ്രതിഫലേച്ഛയോടുകൂടി, അതുപോലെ തന്നെ വിശ്വാസത്തോടു കൂടി ആര് നോമ്പനുഷ്ഠിച്ചോ അവർക്ക് കഴിഞ്ഞുപോയ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടുമെന്ന്. അതേ രൂപത്തിൽ തന്നെ ഉള്ള മറ്റൊരു ഹദീസാണ് മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാനിൽ ആര് പ്രതിഫലേച്ഛയോടുകൂടിയും ഈമാനോടുകൂടിയും നിന്ന് നമസ്കരിച്ചുവോ അവർക്ക് കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്നു. അതായത് രാത്രി നമസ്കാരം ആര് പതിവാക്കിയോ അവർക്ക് അല്ലാഹു കഴിഞ്ഞുപോയ എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കും. ആ നമസ്കാരത്തെ സംബന്ധിച്ച് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വ തൂലിഹിന്ന. പ്രവാചകന്റെ നമസ്കാരത്തെ സംബന്ധിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അതിൻ്റെ ദൈർഘ്യത്തെ സംബന്ധിച്ചോ അതിനെ ഭംഗിയെ സംബന്ധിച്ചോ ചോദിക്കരുത് എന്ന്. ആ നമസ്കാരത്തിന്റെ ദൈർഘ്യം എത്രയായിരുന്നുവെന്നോ അതിൻ്റെ നന്മ, അതിൻ്റെ ഭംഗി എന്തുമാത്രമായിരുന്നു എന്നോ പറയരുത് എന്ന് ചോദിക്കരുത് എന്നാണ്. അതിന് മാത്രം ദൈർഘ്യമുള്ള, അതിന് മാത്രം നന്മയുള്ള നമസ്കാരമായിരുന്നു അത് എന്നാണ്. ആ രൂപത്തിലുള്ള നമസ്കാരം നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. പകൽ സമയം ഉറങ്ങിക്കൊണ്ട്, രാത്രിയിൽ ഉറക്കമഴിച്ചുകൊണ്ട് നമ്മൾ ഈ മാസത്തെ ധന്യമാക്കേണ്ടതുണ്ട്. അതിന് എല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കട്ടെ. ആമീൻ.